ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ജലജനെയും അഭിയെയാണ്. അങ്ങനെ നമ്മുടെ അഭിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ജലജ പറഞ്ഞു, ഇനിയിപ്പം പ്രാഗി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ശപിച്ചും പ്രാഗിയൊക്കെ ജീവിക്കാം, അല്ലാതെ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു. അതിനിടയിലായിട്ട് നമ്മുടെ അഭിയൊന്നും ഇതുവരെ അറിയില്ലാത്ത ആ ഒരു രഹസ്യമുണ്ട്. ജലജ ആരാണ്, എന്താണ്, ജലജയ്ക്ക് ഈ കുടുംബത്തിലുള്ള ആ ഒരു അവകാശം അത് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ അറിയില്ല അഭിക്ക്. അപ്പോൾ അത് ഏകദേശം പറയാതെ പറയുകയും ചെയ്തു. പക്ഷെ അഭിക്ക് കാര്യങ്ങളൊന്നും പിടികിട്ടിയിട്ടില്ല. അങ്ങനെ ഏതായാലും ജലജ അങ്ങ് പോയി. അഭി ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനിയിപ്പം കാര്യങ്ങൾ എങ്ങനെയെങ്കിലും മുന്നോട്ടേക്ക് കൊണ്ടുപോകണമല്ലോ. തനിക്ക് അനന്തപുരി തറവാട്ടിൽ നിന്നും ഒരു നല്ല ഷെയർ തന്നെ കിട്ടുകയും വേണം. അപ്പോൾ അതിനുള്ള തത്രപ്പാടിലാണ്. അതിനോടൊപ്പം തന്നെ നവ്യേനെ വെളിയിലും ആക്കണം. അപ്പോൾ ആ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ സംസാരിക്കുന്ന വേറൊന്നുമല്ല, നമ്മുടെ മുത്തശ്ശൻ കയറിപ്പോയി, അനന്തമൂർത്തി കയറിപ്പോയി. അനന്തമൂർത്തി റൂമിനകത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് മുത്തശ്ശൻ പറയുന്നത്, ഞാൻ എത്രയൊക്കെ പറഞ്ഞാലും 80% എനിക്കിപ്പോഴും ഉറപ്പുള്ളൂ. അത് ബാക്കിയുള്ള ആ ഒരു 20% നിങ്ങളാണ് വിജയകരമാക്കി തീർക്കേണ്ടത്. കാരണം ഞാൻ അനന്തമൂർത്തി സാറിനെ പല ടൈം വിളിക്കാറൊക്കെ ഉള്ളപ്പോൾ തന്നെ പുള്ളിക്കാരൻ അത്രയ്ക്കും നല്ല രീതിയിലല്ല എന്നോട് സംസാരിക്കുന്നത്. മനസ്സിൽ സന്തോഷവും സമാധാനവും ഒന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തൊക്കെയോ കുറവ് അദ്ദേഹത്തിനുണ്ട്. ആ കുറവുകൾ നികത്തിക്കൊണ്ട് പോവുക, അത് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി അയാളുടെ സന്തോഷം, അതാണ് നിങ്ങൾ ഇനിയിപ്പോൾ കണ്ടെത്തേണ്ടത്. സന്തോഷത്തിനും പ്രാധാന്യമുണ്ട്. മനസ്സിൻ്റെ സന്തോഷം അത്രയും നാൾ നമ്മുടെ ശരീരത്തെ പിടിച്ചു നിർത്തും എന്നാണ് പറയുന്നത്. നമ്മുടെ ഒരു പൂർണ്ണ ആരോഗ്യത്തിന് അത് പ്രാധാന്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യണം, അദ്ദേഹത്തിന് സന്തോഷമായ കാര്യവും അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. ഏതായാലും ഡോക്ടർ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോയി. വേറെ ഒന്നുമല്ല അനന്തമൂർത്തിയുടെ ആഗ്രഹം എന്ന് പറയുന്നത്. അനന്തമൂർത്തിയുടെ ആഗ്രഹം നയനയും ആദർശവും ഒന്നിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ അനന്തമൂർത്തിയും അനന്തമൂർത്തിയുടെ ഭാര്യയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് മുത്തശ്ശനും മുത്തശ്ശിയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശൻ പറയാണ്, എനിക്ക് തോന്നുന്നില്ല, ഡോക്ടർ എത്രയൊക്കെ ഉറപ്പ് പറഞ്ഞാലും എനിക്ക് ഒത്തിരി നാൾ ആയുസ്സുണ്ടെന്ന് തോന്നുന്നില്ല. ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ഇവിടെ നടക്കുന്നത്. പിന്നെ എങ്ങനെ എനിക്ക് മനസ്സമാധാനം കിട്ടുക? എനിക്ക് നയനമോളുടെ കാര്യമാണ് പറയാനുള്ളത്. നയനമോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. നയനമോൾ ഈ വീട്ടിൽ ജീവിക്കുന്നത് തന്നെ ഒരുപാട് വിഷമങ്ങൾ ഉള്ളിൽ അടക്കി പിടിച്ചാണ്. അവൾ പുറമേ പോലും സത്യം പറഞ്ഞാൽ മനസ്സ് തുറന്നൊന്ന് ചിരിക്കാറില്ല. അവൾ ചിരിച്ചിട്ട് എത്ര നാളായി എന്നറിയാമോ? അവളുടെ മുഖം കാണുമ്പോൾ അറിയാം അവൾക്ക് ഒരു സന്തോഷവും ഈ വീട്ടിൽ നിന്ന് ലഭിക്കുന്നില്ലെന്ന്. അതെന്തുകൊണ്ടാണ്? ആദർശിൻ്റെ സ്നേഹം, അതുപോലെ അമ്മായിയമ്മയായ ദേവയാനിയുടെ സ്നേഹം, ഇതൊന്നും കിട്ടുന്നില്ല. അവരുടെ പരിഗണനയും അതുപോലെ ഒരു ഭർത്താവിൻ്റെ സ്നേഹവും കിട്ടാത്തിടത്തോളം അവൾക്കിവിടെ സമാധാനവും സന്തോഷവും ഉണ്ടാവില്ല. അവളുടെ സമാധാനവും സന്തോഷമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. പക്ഷെ അതാരും തരാൻ തയ്യാറാവുന്നില്ലടോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശിയോട് പറഞ്ഞപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നിങ്ങൾ സമാധാനമായിട്ടിരിക്കുക, നമുക്ക് എന്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാമല്ലോ. എനിക്കും തോന്നിയിട്ടുണ്ട് പലതവണ. ഒരിക്കലും പുറമേ പോലും നമ്മുടെ നയനമോളൊന്ന് ചിരിക്കുകയോ സന്തോഷിക്കുകയോ ചെയ്യുന്നില്ല. കാരണം ആദർശ് തന്നെയാണ്. ആദർശിൻ്റെയും ദേവയാനിയുടെയും ആ ഒരു പെരുമാറ്റം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ ദേവയാനിയും നയനയും ഇത് പുറത്ത് നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നയനയെ പുകഴ്ത്തി പറയുന്ന മുത്തശ്ശൻ, അതിനോട് സപ്പോർട്ട് ചെയ്യുന്ന മുത്തശ്ശി. അങ്ങനെ മുത്തശ്ശി പറയാ, ദേവയാനിയുടെ സ്വഭാവം മാറ്റണം. അതുമല്ല, ഈ വീട്ടിൻ്റെ താക്കോല് അത് ദേവയാനി നയനയ്ക്ക് നൽകേണ്ട സമയം കഴിഞ്ഞു എന്ന് മുത്തശ്ശി പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനിയുടെ ചങ്കിൽ ഇടുത്തി വീഴുന്ന പോലെ ആയിപ്പോയി. ഏതായാലും ദേവയാനി ഇത്രം വരെ കേൾക്കാൻ നിന്നുള്ളൂ, അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നയനയും അങ്ങ് മാറി നിന്നപ്പോഴത്തേക്കും നയനയോട് ദേവയാനി പറഞ്ഞു, ഇതൊന്നും കേട്ടിട്ടേ നീ കൂടുതൽ സന്തോഷിക്കുകയൊന്നും വേണ്ട. കാരണം ഇതൊക്കെ ഒരിക്കലും നടക്കാൻ പോകാത്ത സംഭവമാണ്. നീ ഇപ്പം ഈ വീട്ടിൽ പിടിച്ചു നിൽക്കുന്നത് എന്തിനാണെന്നറിയാലോ? ഞങ്ങളുടെയൊക്കെ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രം. അതിനു വേണ്ടിയുള്ള ഒരു ആയുധം മാത്രമാണ് നീ. അല്ലാതെ ഈ വീട്ടിൽ നിനക്ക് വേറൊരു ബന്ധവും പരിഗണനയും ഇവിടെ ആരും തരാൻ പോകുന്നില്ല. പിന്നെ നിനക്കൊരു വിചാരമുണ്ട്, പതിയെ ഇവിടെ എല്ലാവരുടെയും മനസ്സ് കീഴടക്കാമെന്ന്. ഒരിക്കലും അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി. അതൊരിക്കലും ഇവിടെ നടക്കാൻ പോകുന്നില്ല. നീ പ്രതീക്ഷിച്ചിരുന്നോ ഇന്നല്ലെങ്കിൽ നാളെ ഈ വീട്ടിൻ്റെ പടി ഇറങ്ങാനുള്ളവളാ നീ. എൻ്റെ മോൻ ആദർശിനെ കൊണ്ട് നിന്നെക്കാളും നല്ലൊരു പെണ്ണിനെ, അതും നല്ലൊരു വീട്ടിൽ നിന്ന് തന്നെ ഒരു ആലോചന വരും. അവൻ്റെ ജീവിതം എനിക്ക് സേഫ് ആക്കണം. അവൻ്റെ ജീവിതമാണ്
നല്ലൊരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നത്. നിന്റെ കൂടെ അവൻ ജീവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അവന് സമാധാനമോ സന്തോഷമോ ഉണ്ടാകാൻ പോകുന്നില്ല. അതെനിക്ക് നന്നായിട്ടറിയാം. പിന്നെ അച്ഛൻ പറയുന്നതൊക്കെ കേട്ടിട്ട് നിനക്ക് തൽക്കാലം ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയും. പക്ഷേ പിന്നെയുള്ള നിന്റെ ജീവിതം അത് ഈ വീട്ടിൽ നിന്ന് വെളിയിലാന്ന് നീ കരുതിക്കൊണ്ടാ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി അങ്ങ് പോയി. ഏതായാലും ദേവയാനിയുടെ ഈ വാക്കുകൾ നമ്മുടെ നയനയെ കൂടുതൽ വേദനിപ്പിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ദേവയാനിയുടെ ഇത് കേട്ടുകൊണ്ട് വളരെയധികം വിഷമിച്ച് നിൽക്കുന്ന നമ്മുടെ നയന ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് അനിയുടെ അമ്മ ചെന്ന് ചോദിച്ചു, എന്താ പറ്റിയത് മോളെ, നിനക്ക് ആകെപ്പാടെ ഒരു വിഷമാണല്ലോ, എന്താ മുത്തച്ഛൻ്റെ കാര്യം കേട്ടിട്ടാണോ? മുത്തശ്ശൻ്റെ കാര്യം കേട്ടിട്ടുള്ളൊരു വിഷമമൊക്കെ ഉണ്ട്. പക്ഷെ അതിലുപരി വേറൊന്നുമല്ല. എന്നെ എന്തിനാ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ചെറിയമ്മേ. ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നത് മുത്തശ്ശന് വേണ്ടി മാത്രമാണ്. അതെനിക്കറിയാം, മുത്തശ്ശൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി. പക്ഷെ ഞാൻ ചെയ്യുന്നത് തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ അമ്മായിയമ്മ എന്നെ മരുമകളായിട്ട് പരിഗണിക്കാത്ത അത്രയും കാലം, എൻ്റെ ഭർത്താവ് എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കാത്ത അത്രയും കാലം, അതെത്ര കാലമാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കിവിടെ പിടിച്ചു നിന്നേ പറ്റൂ മുത്തശ്ശന് വേണ്ടി എന്നൊക്കെ പറഞ്ഞപ്പം, അല്ല മോളുടെ ഈ വിഷമമൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർക്കൂലോ മോക്ക് ഇന്നോ നാളെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ താല്പര്യമുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ മോളങ്ങ് ഇറങ്ങിപ്പോ. അങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? അതെനിക്ക് നന്നായിട്ട് അറിയാമേ, അല്ല ചെറിയമ്മേ. അതുകൊണ്ടാണ് ഞാൻ വേറൊന്നും ചെയ്യാത്തത്. എൻ്റെ മുത്തശ്ശൻ്റെ ജീവിതവും ജീവനും ഒക്കെ ഇപ്പം എൻ്റെ വിരൽത്തുമ്പിലാണ്. എനിക്കൊരിക്കലും അവരൊന്നും ധിക്കരിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ധിക്കരിച്ച് ചെയ്യാൻ കഴിയുമായിരുന്നുവെങ്കിൽ പണ്ടേ ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയേനെ. പക്ഷേ അവരുടെ ജീവിതം, എൻ്റെ മുത്തശ്ശൻ്റെ ജീവിതം അത് സേഫ് ആക്കണം. എനിക്ക് അതുമാത്രമേ ഉള്ളൂ. എനിക്കറിയില്ല എന്താ എന്നെ ആദർശേട്ടൻ ഇതുവരെ പരിഗണിക്കാത്തത് എന്ന്. ഇന്ന് പരിഗണിക്കും, നാളെ പരിഗണിക്കുമെന്ന് ഒക്കെ മനസ്സിൽ വിചാരിച്ചിങ്ങനെ പോകുന്നതല്ലാതെ ഒരു പരിഗണനയും എനിക്ക് തരാറില്ല എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ആദർശ് വെളിയിൽ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. അതിനോടൊപ്പം തന്നെ നമ്മുടെ നയന കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. മുത്തശ്ശനെ ഇങ്ങനെ നമ്മൾ പരിഗണിച്ചാൽ പോരാ, മുത്തശ്ശൻ്റെ ജീവിതം നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകണമെങ്കിൽ നമ്മളെപ്പോഴും മുത്തശ്ശൻ്റെ കൂടെ തന്നെ വേണം. മുത്തശ്ശൻ്റെ കൂടെ നമ്മളുണ്ടായിരിക്കണം. നമ്മുടെ ആ ഒരു സാന്നിധ്യം മുത്തശ്ശൻ ഏറെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഓഫീസിൻ്റെ ആ ഒരു തിരക്കുമൊക്കെ ആയിട്ട് നടക്കുമ്പോഴും കുറച്ച് സമയം നമുക്ക് മുത്തശ്ശന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. അതിപ്പം ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഫലിക്കുന്നൊന്നും അറിയില്ല. അതുകൊണ്ട് ചെറിയമ്മ തന്നെ എല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കി ഒരു ദിവസം ഇത്രയും സമയം മുത്തശ്ശൻ്റെ കൂടെ നമുക്ക് ചെലവഴിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ട ആദർശ് നിൽക്കുന്നത്, ഏതായാലും ആദർശ് കേട്ടോ കേട്ടില്ലയോ ആ ഒരു മട്ടിലാണ് ആദർശിൻ്റെ നിൽപ്പ്. എല്ലാം കേട്ടു കേട്ടോ. ഈ ചെവി കൂടെ കേട്ട് ആ ചെവി കൂടെ കളഞ്ഞൊന്നും അറിയില്ല. ആദർശ് ഇതൊക്കെ കേട്ടിട്ട് അങ്ങ് പോവുകയാണ്. സത്യത്തിൽ കല്ലുകൊണ്ടുണ്ടാക്കിയതാണോ ആദർശനെന്ന് നമ്മളും ചിന്തിച്ചു പോകും. ഇതുപോലെ അലിയാത്ത ഒരു പുരുഷനെന്ന് പറയുമ്പോഴാ അതെന്തു ഏതു ആയിക്കോട്ടെ, കഥയാണ്, കഥയിൽ ചോദ്യമില്ലല്ലോ അല്ലേ. അപ്പോൾ ആ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ അനിയാണ് കേട്ടോ. അപ്പോൾ അനി ഇങ്ങനെ നിൽക്കുകയാണ്. അതിനു മുമ്പായിട്ട് വേറൊരു സീനുണ്ട്. നമ്മുടെ നന്ദൂട്ടനെ നയന ഫോൺ വിളിക്കുകയാണ്. അങ്ങനെ നന്ദൂട്ടനെ ഫോൺ വിളിച്ചിട്ട്, എന്താ മോളെ നീ ഇപ്പം എന്നെ വിളിക്കാത്തത്, നിനക്ക് എന്താ മോളെ പറ്റുന്നത്, നിനക്ക് വല്ലാത്ത സങ്കടമാണെന്നൊക്കെ അമ്മ പറഞ്ഞല്ലോ, എന്താ നിന്റെ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നന്ദു പറയുന്നുണ്ട്, ചേച്ചി എനിക്കൊരു പ്രശ്നമില്ല ചേച്ചി എന്ന് പറയുമ്പം, ഇല്ല നിനക്ക് എന്തോ പ്രശ്നമുണ്ട്, നിന്റെ ഈ സംസാരത്തിൽ തന്നെ എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് മോളെ, നിനക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നമാണെങ്കിലും അത് ചേച്ചിയോട് പറ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോള് ചേച്ചിയോടല്ലായിരുന്നു നേരത്തെയും പറയാറുണ്ടായിരുന്നത്. അതുപോലെ മോള് തുറന്ന് പറയുമ്പോഴത്തേക്കും, ഇല്ല ചേച്ചി എനിക്കൊരു പ്രശ്നമില്ല ചേച്ചി ഇതൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോഴത്തേക്കും നയനിക്ക് വീണ്ടും ഒരു വല്ലാത്ത ഡൗട്ടൊക്കെ തോന്നിയിട്ട് നയനി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ അനി വരുന്നത്. അപ്പോൾ അനി വന്നിട്ട് ചോദിക്കുക, എന്തു പറ്റി നയനെ എടുത്തിന്ന് ചോദിച്ചപ്പം, എന്താണെന്ന് അറിയില്ലടാ, നന്ദു നീ ഇപ്പം വിളിക്കാറില്ലേ, നിങ്ങൾ തമ്മിലിപ്പോൾ കാണാറില്ലേ, അവളെ ഞാനിപ്പം വിളിക്കാറൊക്കെ ഉണ്ട്, പരമാവധി അവൾ കോളും എടുക്കാറില്ല, അതുപോലെ തന്നെ കാണാൻ ശ്രമിക്കുമ്പോൾ അവൾ ഒഴിഞ്ഞു മാറി നടക്കുകയും ചെയ്യുക, എന്താ ഏതാണെന്നൊന്നും എനിക്കറിയില്ല, അവൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അതിനിടത്തിന്ന് പറഞ്ഞപ്പോഴത്തേക്കും, ആണോ എന്താണെന്ന് അറിയില്ല, ഇനിയിപ്പം അവളുടെ മനസ്സിലാരെങ്കിലും കയറി പറ്റിയിട്ടുണ്ടോയെന്നും എനിക്കറിയില്ല എന്നിങ്ങനെ നയന പറയുമ്പം, അത് ചിലപ്പം ശരിയായിരിക്കും, അല്ല അത് നിനക്കെങ്ങനെ അറിയാം, നിന്നോട് അങ്ങനെ വല്ലതും പറഞ്ഞോ, ഹേയ് അങ്ങനെ എന്നോടൊന്നും പറഞ്ഞില്ല, അല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അവൾ എന്നോട് പറയുന്നതായിരുന്നു, അതെന്താണെന്ന് അറിയില്ലല്ലോ അനി, ഏതായാലും അനി ഒന്ന് അന്വേഷിക്കുക, അവളുടെ മനസ്സിൽ എന്താണ് ഉള്ളതെന്ന് നമുക്ക് അറിയുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ചെയ്യാലോ, പിന്നെ വിവാഹത്തിനോടൊന്നും അവൾക്ക് വലിയ താല്പര്യമില്ലെന്ന് പറയുമ്പം അനി പറയുന്നുണ്ട്, അത് നമുക്കറിയില്ലല്ലോ, പിന്നെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കതങ്ങ് നടത്തി കൊടുക്കാം, കല്യാണം അങ്ങ് നടത്താം. നമുക്കോ എന്നിങ്ങനെ ചോദിക്കുകയാണ് നയന. നമുക്ക് എന്ന് ഉദ്ദേശിച്ചത് ഞാനും ആദർശേട്ടനും അതുപോലെ മുത്തശ്ശനും അച്ഛനും ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും കൂടെ അവരുടെ ആഗ്രഹം അങ്ങ് നടത്തി കൊടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞത് എന്ന്
നമ്മുടെ അനി പറയുകയാണ്. അപ്പോൾ അനി ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങ് മാറിപ്പോകുന്നു. ഏതായാലും നയനയ്ക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എന്താണ് നന്ദുവിൻ്റെ മനസ്സിലാവുന്നില്ല. പക്ഷേ അനിയുടെ മനസ്സിലും നന്ദുവാണ്, നന്ദുവിൻ്റെ മനസ്സിലും അനിയാണുള്ളത്. അങ്ങനെ ആ ഒരു സിറ്റുവേഷനൊക്കെ കാണിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ അഭിയാണെങ്കിൽ ആ ഒരു ഫോട്ടോ അല്ല വീഡിയോസൊക്കെ ഫോണിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ നവ്യ റൂമിനകത്ത് എന്തൊക്കെയാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ് ആ ഒരു വീഡിയോസൊക്കെ കാണുന്നത്. ഇതിനിടയിലായിട്ട് നമ്മുടെ നവ്യ ഇങ്ങനെ ആ ഒരു ഫോട്ടോയൊക്കെ നോക്കിയിട്ട് ഇതിപ്പോൾ എന്താണ്, ഞാൻ കള്ളത്തരം ചെയ്യുന്ന മട്ടായി പോയല്ലോ, ഒരിക്കലും ഞാൻ കള്ളത്തരം ചെയ്തിട്ട് പോലും ഇത്രയും പേടിച്ചിട്ടില്ല, ഇതിപ്പോൾ ഒരു ഫേക്കായ ഒരു ഫോട്ടോ കണ്ടിട്ട് പേടിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥയാണല്ലോ എനിക്കിപ്പോൾ വന്നിരിക്കുന്നതെന്നൊക്കെ ഓർത്ത് സ്വയമേ ഇങ്ങനെ വേദനിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഇതെങ്ങനെ ഈ ഫോട്ടോ വന്നു എന്നൊന്നും നമ്മുടെ നവ്യയ്ക്ക് അറിയില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് അഭി ഇങ്ങനെ ഫോണിൽ കൂടെ കണ്ടുകൊണ്ട് നിന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, ഏതായാലും നിന്റെ കാലാവധി തീരാറായിടി, നിന്റെ എൻ്റെ അനന്തപുരി തറവാട്ടിലുള്ള കാലാവധി തീരാറായിട്ടുണ്ട്, നീ അവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് വരെ ഇനിയിപ്പോൾ റെക്കോർഡ് ആയിക്കോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അഭി ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സീൻ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നന്ദുവും പിന്നെ അനിയാണ്. അപ്പം നന്ദു ഒരു റെസ്റ്റോറൻറ്റിൽ എങ്ങാണ്ട് ഇരിക്കുമ്പോഴേക്കും അവിടെ നമ്മുടെ അനി വരികയാണ്. അപ്പോൾ അനി ഇങ്ങനെ വരുന്നു. അനി ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും നന്ദു അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പോകാൻ ശ്രമിക്കുന്നത്. നീ എന്താണ് ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നത് നന്ദു, നിൻ്റെ മനസ്സിൽ എന്താണ് പ്രശ്നം, നീ പറയുമ്പം നമ്മുടെ നന്ദു പറയുന്നുണ്ട് എൻ്റെ മനസ്സിൽ പ്രശ്നങ്ങളൊന്നുമില്ല, ദയവ് ചെയ്ത് എന്നെ ശല്യം ചെയ്യരുത്. അനി എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പം അല്ല ഞാൻ നിനക്കിപ്പോൾ ഒരു ശല്യമായിട്ട് മാറിയോ, എന്താ നിൻ്റെ പ്രശ്നം, നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇനി ഞാൻ നല്ല ഫ്രണ്ട്സൊക്കെ ഒരു പരിധിയുണ്ട്, കാരണം ഇനി അനിയുടെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടി കടന്നു വരാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പൂർണ്ണമായിട്ടും അനിയുടെ ഫ്രണ്ടായിട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം അനാമികയ്ക്ക് ഇഷ്ടപ്പെടും, അതുപോലെ തന്നെ അനാമികയ്ക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുമെന്നൊന്നും എനിക്കറിയില്ല. ഒരു പെണ്ണിൻ്റെ മനസ്സ് അത്യാവശ്യം എനിക്കും അറിയാവുന്നതാണ്. അവർക്ക് ഒരു ഇത് വരും, സ്വാർത്ഥത വരും. ആ ഒരു സ്വാർത്ഥത വരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒത്തിരി കാലം മുന്നോട്ടേക്ക് കൊണ്ടുപോയാൽ ശരിയാവില്ല എന്നിങ്ങനെ പറഞ്ഞ് നമ്മുടെ നന്ദു ഒഴിഞ്ഞു മാറുമ്പോൾ അനി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ നാളത്തെ പ്രമോ വിശേഷമായി ഉച്ചയ്ക്ക് ഞാൻ എത്തുന്നതായിരിക്കും. ഉച്ചയ്ക്ക് ഒരു 2:30 2:30 ഇടയ്ക്കാണ് നമ്മൾ പ്രമോ ഇടാറുള്ളത്. അപ്പം വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ.